ടെക്സ്-SSCയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ചെറിയ ടോപ്പിക്കാണ് പഠിക്കാൻ പോകുന്നത്. വെൽഡിംഗ് ഇലക്ട്രോഡ്സ്. ഓക്കെ, വെൽഡിംഗ് നമ്മൾ പലതരത്തിലുള്ള വെൽഡിംഗ് പഠിച്ചു. അതിൽ ഇലക്ട്രിക് ആർക്ക് വെൽഡിങ്ങിൽ ആണ് നമ്മൾ വെൽഡിംഗ് ഇലക്ട്രോഡ്സ് ഉപയോഗിക്കുന്നത്. വെൽഡിംഗ് ഇലക്ട്രോഡ്സ് നിങ്ങൾ പലരെയും കണ്ടിട്ടുള്ളതാണ്. നമ്മൾ ദിവാലി കത്തിക്കുന്ന കമ്പിപ്പൂത്തിരി പോലെ ഇരിക്കും അല്ലേ? ഈ ഫിഗറിൽ കാണുന്ന രീതിയിലുള്ള ഇലക്ട്രോഡ്സ് ആണ് നമ്മൾ സ്റ്റിക്ക് ഇലക്ട്രോഡ്സ് എന്ന് തന്നെ പൊതുവെ പറയുന്നത്. വെൽഡിംഗ് ഇലക്ട്രോഡ്സ് രണ്ട് ടൈപ്പ് ഇലക്ട്രോഡ്സ് ആണ് നമ്മൾ ആർക്ക് വെൽഡിങ്ങിൽ പറയുന്നത്. നോൺ കൺസ്യൂമബിൾ ഇലക്ട്രോഡ്സും കൺസ്യൂമബിൾ ഇലക്ട്രോഡ്സും. ഇത് നമ്മൾ ടിഗിലും മിഗിലും നമ്മൾ മെൻഷൻ ചെയ്തതാണ്. നോൺ കൺസ്യൂമബിൾ ഇലക്ട്രോഡ്സും കൺസ്യൂമബിൾ ഇലക്ട്രോഡ്സും. ഫസ്റ്റ് വൺ, നോൺ കൺസ്യൂമബിൾ ഇലക്ട്രോഡ്സ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കാർബൺ, ഗ്രാഫൈറ്റ് അല്ലെങ്കിൽ ടങ്സ്റ്റൺ. ഇതിൽ കാർബൺ, ഗ്രാഫൈറ്റ് ഇലക്ട്രോഡ്സ് എന്ന് പറയുന്നത് DC വെൽഡിങ്ങിലാണ് യൂസ് ചെയ്യുന്നത്. ടങ്സ്റ്റൺ ഇലക്ട്രോഡ് ബോത്ത് DC ആൻഡ് AC വെൽഡിങ്ങിൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നോൺ കൺസ്യൂമബിൾ ഇലക്ട്രോഡ്സ് എന്ന് പറയുന്നത് അറിയാം, ഇത് കൺസ്യൂം ചെയ്യുന്നില്ല. ഇത് ആ ഒരു ആർക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമേ യൂസ് ചെയ്യുന്നു. അപ്പോൾ വെൽഡിങ് നമുക്ക് അവിടെ നടക്കണമെങ്കിൽ, അല്ലെങ്കിൽ വെൽഡിങ്ങിൽ അവിടെ ഒരു ഫില്ലർ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു സെപ്പറേറ്റ് ഫില്ലർ മെറ്റീരിയൽ നമ്മളിവിടെ യൂസ് ചെയ്യുന്നുണ്ട്. സോ നോ കൺസ്യൂമബിൾ ഇലക്ട്രോഡ്സിൽ ഈ ടങ്സ്റ്റൺ ആയാലും ഗ്രാഫൈറ്റ് ആയാലും കാർബൺ ആണെങ്കിലും ഇത് ആർക്ക് ലെങ്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ആർക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് യൂസ് ചെയ്യുന്നത്. അല്ലാതെ വെൽഡ് നടക്കണമെങ്കിൽ അല്ലെങ്കിൽ വെൽഡ് പൂൾ ഉണ്ടാവാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, ഫില്ലർ മെറ്റീരിയൽ സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നു. അപ്പം ഇത് വിർച്വലി നോട്ട് കൺസ്യൂംഡ് ആണ് ഇലക്ട്രോഡ്. ആർക്ക് ലെങ്ത് റിമെയിൻസ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതുകൊണ്ട് ഇത് സ്റ്റേബിൾ ആണ്. ഇത് മെയിൻറ്റെയിൻ ചെയ്യാനും ഈസിയാണ്. രണ്ടാമത്തത് കൺസ്യൂമബിൾ ഇലക്ട്രോഡ്സ്. മോസ്റ്റ്ലി സെയിം കോമ്പോസിഷൻ ആസ് ദി മെറ്റീരിയൽ ടു ബി വെൽഡഡ്. കൺസ്യൂമബിൾ എന്ന് പറയുമ്പോൾ ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് ഒരു ഫില്ലർ മെറ്റീരിയൽ വേണ്ട. കൺസ്യൂമബിൾ ഇലക്ട്രോഡ് തന്നെയാണ് ഫില്ലർ മെറ്റീരിയലായിട്ട് യൂസ് ചെയ്യുന്നത്. പല മെറ്റൽസും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് മെറ്റലാണോ ഏത് മെറ്റീരിയലാണോ വെൽഡ് ചെയ്യുന്നത് അതേ സെയിം കോമ്പോസിഷനിൽ തന്നെയായിരിക്കും കൺസ്യൂമബിൾ ഇലക്ട്രോഡും ഉണ്ടായിരിക്കുന്നത്. അപ്പം ഡ്യൂറിങ് വെൽഡിങ് എന്താ സംഭവിക്കുന്നത്? ദേ മെൽറ്റ് ആൻഡ് സപ്ലൈ ആസ് ദി ഫില്ലർ മെറ്റീരിയൽ. അതുകൊണ്ട് തന്നെ ആർക്ക് ലെങ്ത്തും റെസിസ്റ്റൻസ് ഓഫ് ദി ആർക്ക് പാത്തും മാറിക്കൊണ്ടിരിക്കും. കാരണം ഇത് കൺസ്യൂം ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ ഇതെന്ത് സംഭവിക്കും? ഈ ആർക്ക് ലെങ്ത് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഇലക്ട്രോഡ് എന്ത് ചെയ്യണം? വി ഹാവ് ടു മൂവ് അക്കോർഡിംഗ് ടു ദി ആർക്ക് പാത്തിനനുസരിച്ച്, അല്ലെങ്കിൽ നമ്മൾ വെൽഡിങ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? മൂവ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഇത് യൂസ് ചെയ്യുന്നവർ സ്കിൽഡ് ആയിട്ടുള്ള വെൽഡർ ആയിരിക്കും കൺസ്യൂമർ ഇലക്ട്രോഡ്സ് യൂസ് ചെയ്യാം. മറ്റേതാണെങ്കിൽ അത്ര സ്കില്ലില്ലെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വെൽഡ് ചെയ്യാൻ പറ്റും. നോൺ കൺസ്യൂമർ ടിഗൊക്കെ മിഗാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ, മിഗിൽ കൺസ്യൂമബിൾ ആണെങ്കിൽ നമ്മൾ ആർക്ക് ലെങ്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? എപ്പോഴും ആ ഇലക്ട്രോഡിനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കണം. വർക്കുമായിട്ട് എന്ത് ചെയ്യുന്നു? ആ വർക്കിൽ നിന്നുള്ള ആർക്ക് ലെങ്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ വർക്കിലോട്ട് ആ ഇലക്ട്രോഡ് കൺസ്യൂം ചെയ്യുന്നതിനനുസരിച്ച് അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. 3 തരത്തിലുള്ള കൺസ്യൂമബിൾ ഇലക്ട്രോഡ്സ് ആണുള്ളത്. ഫസ്റ്റ് വൺ, ബെയർ ഇലക്ട്രോഡ്സ്. ബെയർ ഇലക്ട്രോഡ്സ് മേ ബി യൂസ് ടു വെൽഡ് റോട്ട് ആൻഡ് മൈൽഡ് സ്റ്റീൽ. ഈ വെൽഡ് ചെയ്യാനാണ് ബെയർ ഇലക്ട്രോഡ്സ് യൂസ് ചെയ്യുന്നത്. ദേ മസ്റ്റ് ബി യൂസ്ഡ് ഓൺലി വിത്ത് സ്ട്രെയിറ്റ് പൊളാരിറ്റി. അതായത് ബെയർ ഇലക്ട്രോഡ്സിൽ വേറെ കോട്ടിങ്ങോ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. ബെയർ ആയിട്ടുള്ള വേറെ ഒന്നുമില്ല, ആ മെറ്റൽ മാത്രമേ ഉള്ളൂ, വേറെ കോട്ടിംഗ് ഒന്നുമില്ല. അപ്പോൾ സ്ട്രെയിറ്റ് പൊളാരിറ്റിയിലാണ് ഇത് യൂസ് ചെയ്യേണ്ടത്. ബെയർ ഇലക്ട്രോഡ്സ് ഇൻ ദ ഫോം ഓഫ് സ്റ്റിക്കായിട്ടോ റോഡായിട്ടോ ഒക്കെ നമ്മൾ ഹാൻഡ് ആർക്ക് വെൽഡിങ് ഉണ്ടല്ലോ, അതിനെല്ലാം യൂസ് ചെയ്യുന്നത് ബെയർ ഇലക്ട്രോഡ്സ് ആണ്. ഓട്ടോമാറ്റിക് വെൽഡിംഗ് വരെയാണെങ്കിൽ ഈ ബെയർ ഇലക്ട്രോഡ് നമുക്ക് എന്ത് ഫോമിൽ കിട്ടും? കണ്ടിന്യൂസ് കോയിൽ വയർ ഫോമിലും കിട്ടും. രണ്ടാമത് വന്നിട്ട് ഫ്ലെക്സ്ഡ് ഓർ ലൈറ്റ്ലി കോട്ടഡ് ഇലക്ട്രോഡ്സ്. അപ്പോൾ ഈ ബെയർ ഇലക്ട്രോഡ്സ് തന്നെ ഇലക്ട്രോണിൻ്റെ പുറത്ത് തന്നെ എന്ത് വരുന്നു? ഒരു ചെറിയ മില്ലിമീറ്റർ തിക്നെസ്സിലുള്ള കോട്ടിങ് വരുന്നുണ്ട്. അതിൻ്റെ വെയ്റ്റിൻ്റെ ഇതിൽ പറയുകയാണെങ്കിൽ ഇലക്ട്രോഡിൻ്റെ 1 to 5% വെയിറ്റ് ആയിരിക്കും ഈ കോട്ടിങ്ങിന് ഉണ്ടായിരിക്കുന്നത്. ഇതാണ് ഫ്ലെക്സ്ഡ് അല്ലെങ്കിൽ ലൈറ്റ്ലി കോട്ടഡ് ആയിട്ടുള്ള ഇലക്ട്രോഡ്സ്. അടുത്ത് വന്നിട്ട് കോട്ടഡ് ഓർ എക്സ്ട്രൂഡഡ് ഓർ ഷീൽഡഡ് ഇലക്ട്രോഡ്സ്. ഇത് ലൈറ്റ്ലി അല്ല, ഇത് ഹെവിലി കോട്ടഡ് ആയിരിക്കും. ഹൈ ക്വാളിറ്റി കവറിങ് ആയിരിക്കും വരുന്നത്. ഇറ്റ്സ് ലൈക്ക് തിക്നെസ് വരുന്നത് 1 to 3 mm.
വെയിറ്റ് ബൈ വെയിറ്റ് നോക്കുകയാണെങ്കിൽ ഇലക്ട്രോഡ് റോഡിൻ്റെ വെയിറ്റിൻ്റെ 15 മുതൽ 30% വെയിറ്റ് എന്ത് വരും, കോട്ടിങ്ങിൽ വരും. അപ്പോൾ ഇതാണ് കോട്ടഡ് ഓർ എക്സ്ട്രൂഡഡ് ഓർ ഷീൽഡഡ്. 3 ടൈപ്പ് ആയിട്ടുള്ള കൺസ്യൂമർ ഇലക്ട്രോഡ്സ് ഉണ്ട്. ബെയർ ഇലക്ട്രോഡ്സ്, ഫ്ലക്സ്ഡ് ഓർ ലൈറ്റ്ലി കോട്ടഡ്, ദെൻ കോട്ടഡ് ഓർ എക്സ്ട്രൂഡഡ് ഷീൽഡഡ് ഇലക്ട്രോഡ്സ്. ഇനി സ്റ്റിക്ക് ഇലക്ട്രോഡ്സ് പല സൈസിൽ വരും. 3.2 mm, 4 mm, 5, 6, 8, 9 and 12 mm ഡയമീറ്റർ സ്റ്റാൻഡർഡൈസ് സൈസ് ആണ് പറയുന്നത്. 3.2, 4, 5, 6, 8, 9 and 12 mm ഡയമീറ്റർ ആൻഡ് ലെങ്ത്സ് ഓഫ് 350 or 450 mm. ഇതാണ് സ്റ്റിക്ക് ഇലക്ട്രോഡ്സ് നമുക്ക് കിട്ടുന്ന അവൈലബിൾ ആയിട്ടുള്ള സൈസസ്. അടുത്ത് വന്നിട്ട് ഇലക്ട്രോഡ് കോട്ടിങ്സ് ഇൻഗ്രീഡിയൻസ്. നമ്മൾ പറഞ്ഞൊരു കോട്ടിംഗ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഇതിൽ എന്തൊക്കെ ടൈപ്പ് ഇൻഗ്രീഡിയൻസ് ആണ് വരുന്നത്? ഫസ്റ്റ് സ്ലാഗ് ഫോമിംഗ് ഇൻഗ്രീഡിയൻസ് ഉണ്ട്. ലൈക്ക് ആസ്ബെറ്റോസ്, മൈക്ക, സിലിക്ക, ഫ്ലോർസ്പാർ, ടൈറ്റാനിയം ഡയോക്സൈഡ്, അയൺ ഓക്സൈഡ്, മെഗ്നീഷ്യം കാർബണേറ്റ്, കാൽഷ്യം കാർബണേറ്റ് ആൻഡ് അലുമിനിയം ഓക്സൈഡ് സ്ലാഗ് ഫോമിംഗ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ്. ഇനി ആർക്ക് സ്റ്റെബിലൈസിങ് ഇൻഗ്രീഡിയൻസ് ഓർ അയണൈസിങ് ഏജൻസുകളുണ്ട്. ഇത് ഈ കോട്ടിങ്ങിൽ പല ഇൻഗ്രീഡിയൻസ് വരുന്നുണ്ട്. നമുക്ക് ഈ കോട്ടിങ് കൊണ്ടുള്ള ഫങ്ഷൻസ് നമുക്ക് അടുത്ത സ്ലൈഡിൽ പഠിക്കാം. അപ്പോൾ അതിൽ സ്ലാഗ് ഉണ്ടാകും, ഫ്ലക്സ് ഉണ്ടാകും, ആർക്ക് സ്റ്റെബിലൈസേഷൻ ഉണ്ടാകും, ബൈൻഡിങ് മെറ്റീരിയൽ ഉണ്ടാകും, ഇതെല്ലാം ഉണ്ട്. അപ്പോൾ അത് ഓരോന്നിനും ഓരോ ഇൻഗ്രീഡിയൻസ് ആണ് ഉള്ളത്. അപ്പോൾ സ്ലാഗ് ഫോമിങ്ങിൻ്റെ ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ പറഞ്ഞത്. ആസ്ബെറ്റോസ്, മൈക്ക, സിലിക്ക, ഇതൊക്കെയാണ് സ്ലാഗ് ഫോം ചെയ്യുന്ന ഈ കോട്ടിങ്ങിൽ സ്ലാഗ് ഫോം ചെയ്യാൻ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് ഇതൊക്കെയാണ്. ഇനി ആർക്ക് സ്റ്റെബിലൈസിങ് ഇൻഗ്രീഡിയൻസ് അല്ലെങ്കിൽ അയനൈസിങ് ഏജൻസ് എന്ന് പറയുന്നത് പൊട്ടാസ്യം സിലിക്കേറ്റ്, ദെൻ റൂട്ടൈൽ, ടൈറ്റാനിയം ഡയോക്സൈഡ്, സിർക്കോണിയം ഓക്സൈഡ്, മൈക്ക, കാൽഷ്യം ഓക്സൈഡ്, സോഡിയം ഓക്സൈഡ്, മെഗ്നീഷ്യം ഓക്സൈഡ്, ഫെൽസ്പാർ. അപ്പോൾ ഇതാണ് ആർക്ക് സ്റ്റെബിലൈസിങ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. ഇതിൽ ഫെൽസ്പാർ 3 ടൈപ്പ് ഫെൽസ്പാർ ഉണ്ട്. പൊട്ടാഷ്യം ഫെൽസ്പാർ, സോഡിയം ഫെൽസ്പാർ ആൻഡ് ലൈം ഫെൽസ്പാർ. ഫെൽസ്പാർ എന്ന് പറഞ്ഞാൽ റോക്ക് ടൈപ്പാണ്, റോക്ക് ടൈപ്പിലുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. ദെൻ ഡീ ഓക്സിഡൈസിങ് ഇൻഗ്രീഡിയൻസ് ഉണ്ട്. ഡീ ഓക്സിഡൈസിങ് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടിയും കൂടി ഈ കോട്ടിങ്സിനുണ്ട്. അതിന് യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് സെല്ലുലോസ്, കാൽഷ്യം കാർബണേറ്റ്, ഡോളോമൈറ്റ്, സ്റ്റാർച്ച്, ഡെക്സ്ട്രിൻ, വുഡ് ഫ്ലോർ, ഗ്രാഫൈറ്റ്, അലുമിനിയം, ഫെറോ മാംഗനീസ്. ഇതൊക്കെയാണ് ഈ കോട്ടിങ്ങിൽ വരുന്ന ഡീ ഓക്സിഡൈസിങ് ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. ദെൻ ബൈൻഡിങ് മെറ്റീരിയൽ, നമ്മളിത് നമ്മുടെ റോഡിൽ ബൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ബൈൻഡിങ് മെറ്റീരിയൽസ് ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അത് വരുന്നത് സോഡിയം സിലിക്കേറ്റ്, പൊട്ടാസ്യം സിലിക്കേറ്റ് ആൻഡ് ആസ്ബെസ്റ്റോസ്. ദെൻ titanium dioxide and potassium compounds increase the melting rate of the base metal for better penetration. നമ്മൾ പൊട്ടാസ്യം കോമ്പൗണ്ട്സും ടൈറ്റാനിയം ഡയോക്സൈഡും ആഡ് ചെയ്യുന്നത് മെൽറ്റിംഗ് റേറ്റ്, ബേസ് മെറ്റലിൻ്റെ മെൽറ്റിംഗ് റേറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ആഡ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് ബെറ്റർ പെനിട്രേഷൻ, ആ ബേസ് മെറ്റൽ നമ്മൾ ഏത് മെറ്റലാണോ വെൽഡ് ചെയ്യാൻ പോകുന്നത് അതിൻ്റെ മെൽറ്റിംഗ് റേറ്റ് കൂട്ടും. അതുപോലെ തന്നെ ഹയർ ഡെപ്പോസിഷൻ റേറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ആഡ് ചെയ്യുന്നുണ്ട്, അയൺ പൗഡറും ആഡ് ചെയ്യുന്നുണ്ട്. ഇതാണ് ഇതിൽ വരുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. അടുത്ത ഫങ്ഷൻസ് ഓഫ് കോട്ടിങ്സ്. ഫങ്ഷൻസ് എന്ന് പറയുന്നത് എന്തുകൊണ്ട് ഈ കോട്ടിങ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എന്തൊക്കെ അഡ്വാൻറ്റേജസ് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ്. ഫസ്റ്റ്, ഇംപ്രൂവ്സ് ആർക്ക് സ്റ്റെബിലിറ്റി. കറക്റ്റായിട്ടുള്ള ആർക്ക് സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട്. അപ്പം അതായത് ഈ പാത്ത് ഓഫ് ആർക്കിന് അയണൈസ് ഏജൻറ്റ് ഉള്ളതുകൊണ്ട് ആ പാത്ത് ഓഫ് ആർക്ക് ക്ലിയർ ചെയ്ത് അതിൻ്റെ ആ ഒരു ആർക്ക് സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകും. ദെൻ പ്രൊവൈഡ്സ് എ പ്രൊട്ടക്റ്റീവ് ഗേഷ്യസ് അറ്റ്മോസ്ഫിയർ ടു പ്രിവെൻറ്റ് ദ ക്യാപ്ചർ ഓഫ് ഓക്സിജൻ, ഹൈഡ്രജൻ ആൻഡ് നൈട്രജൻ. അതായത് ഇതിൻ്റെ ഈ ഇൻഗ്രീഡിയൻസ് കാരണം അവിടെ ഒരു പ്രൊട്ടക്റ്റീവ് ഗ്യാസ് അറ്റ്മോസ്ഫിയർ ഉണ്ടാകും. അങ്ങനെ മോൾട്ടൺ മെറ്റൽ ഓക്സിജൻ, ഹൈഡ്രജൻ, നൈട്രജൻ ഒക്കെ പിക്കപ്പ് ചെയ്യാതെ മോൾട്ടൺ മെറ്റൽ ഈ പറയുന്ന എലമെൻറ്റ്സ് പിക്കപ്പ് ചെയ്യാതിരിക്കാൻ സഹായിക്കുന്ന ഒരു പ്രൊട്ടക്റ്റീവ് ഗ്യാസ് അറ്റ്മോസ്ഫിയർ ഇതിന് ചുറ്റും ഉണ്ടാക്കുന്നു. ദെൻ പ്രൊവൈഡ്സ് ഫ്ലക്സ്, പിന്നെ ഒരു പ്രൊട്ടക്റ്റീവ് സ്ലാഗ് വേണമെങ്കിൽ ഉണ്ടാകും. ദെൻ റെഡ്യൂസസ് സ്പ്ലാറ്റർ. ഈ വെൽഡ് മെറ്റലിൻ്റെ സ്പ്ലാറ്റർ മീൻസ് ഇങ്ങനെ തെറിച്ച് നമുക്ക് അതിന് ചുറ്റും ഒരു അഗ്ലി ആയിട്ടുള്ള അല്ലെങ്കിൽ മെറ്റൽസ് എല്ലാം അതിൻ്റെ സർഫസിൽ വന്ന് ഇരിക്കാതെ ഇതിനെ പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ട്. അതായത് കോറിനേക്കാളും കോട്ടിംഗ് ബേൺസ് ഓഫ് സ്ലോവർ ദാൻ കോറിനേക്കാളും
എന്താണ് സ്ലോവർ ആയിട്ടായിരിക്കും ഈ കോട്ടിങ്ങും ബേൺ ചെയ്യുന്നത്. ദെൻ ആക്സസ് ഡീഓക്സിഡൈസർ ആയിട്ട് എന്താണ് ഇത് ആക്ട് ചെയ്യുന്നുണ്ട്. ആഡ്സ് അലോയിങ് എലമെൻറ്റ്, ചില എന്താണ് അലോയിങ് എലമെൻറ്റും കൂടെ ആഡ് ചെയ്യണമെങ്കിൽ അതും നമുക്ക് വെൽഡിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആഡ് ചെയ്യാൻ പറ്റും. ആഡ്സ് അലോയിങ് എലമെൻറ്റ്സ്. ദെൻ ഇൻക്രീസസ് ഡെപ്പോസിഷൻ എഫിഷ്യൻസി. ഡെപ്പോസിഷൻ എഫിഷ്യൻസി എന്ത് ചെയ്യുന്നു, ഈ കോട്ടിങ്സ് കൂട്ടുന്നു. ഇതൊക്കെയാണ് കോട്ടിങ്സിൻ്റെ മെയിൻ ആയിട്ടുള്ള ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ടൈപ്സ് ഓഫ് കോട്ടിംഗ്. 4 മെയിൻ ടൈപ്സ് ഓഫ് കോട്ടിംഗ് ആണ് സാധാരണ ഉള്ളത്. സെല്ലുലോസിക് കോട്ടിംഗ്, റൂട്ടൈൽ കോട്ടിംഗ്, അയൺ ഓക്സൈഡ് കോട്ടിംഗ്, ബേസിക് ഓർ ലോ ഹൈഡ്രജൻ കോട്ടിംഗ്. ഇതിൽ ആദ്യത്തെ 2 സെല്ലുലോസിക് കോട്ടിങ്ങും റൂട്ടൈൽ കോട്ടിംഗ് എന്ന് പറയുന്നത് ഏകദേശം ഒരുപോലത്തെ കോട്ടിങ്സ് ആണ്. അപ്പോൾ ഇത് എങ്ങനെ പല ടൈപ്പിലുള്ള കോട്ടിംഗ് ആണ് നമ്മളിത് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ 2 എന്ന് പറയുന്നത് ഏകദേശം ഐഡൻറ്റിക്കലാണ്. പക്ഷെ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് റൂട്ടൈൽ കോട്ടിങ്ങിൽ പെർസെൻറ്റേജ് ഓഫ് ടൈറ്റാനിയം ഡയോക്സൈഡ് കൂടുതലായിരിക്കും. സെല്ലുലോസിക് കോട്ടിങ്ങിനേക്കാളും ടൈറ്റാനിയം ഡയോക്സൈഡ് എവിടെയായിരിക്കും, റൂട്ടൈൽ കോട്ടിങ്ങിന് കൂടുതലായിരിക്കും. അപ്പോൾ സെല്ലുലോസ് ബേൺ ചെയ്യുമ്പോൾ എന്തുണ്ടാകും, അവിടെ ഹൈഡ്രജനും കാർബൺ മോണോക്സൈഡും എന്ത് ചെയ്യുന്നു, മിക്സർ ഗ്യാസ് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ ഗ്യാസ് എന്ത് ചെയ്യുന്നു, മോൾട്ടൻ ബേസ് മെറ്റലിനെ ഒരു പ്രൊട്ടക്റ്റീവ് ഷീൽഡായിട്ട് അവിടെ എന്ത് ചെയ്യുന്നു, കവർ ചെയ്യുന്നു. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഫങ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ വിത്ത് ദ സെയിം തിക്നെസ് ഓഫ് വർക്ക് എ സെല്ലുലോസിക് കോട്ടിംഗ് റിസൾട്ട്സ് ഇൻ ഡീപ്പർ പെനിട്രേഷൻ ആസ് കമ്പയർഡ് ടു റൂട്ടൈൽ കോട്ടിംഗ്. അതൊന്ന് നോട്ട് ചെയ്യേണ്ടതാണ്. ഡീപ്പർ പെനിട്രേറ്റിംഗ് കിട്ടുന്നത് സെല്ലുലോസിക് കോട്ടിംഗ് ചെയ്യുന്നതിനാണ് ഡീപ്പർ പെനിട്രേഷൻ കിട്ടുന്നത്, റൂട്ടൈലിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. ഓക്കെ, ദെൻ അയൺ ഓക്സൈഡ് കോട്ടിംഗ്. അയൺ ഓക്സൈഡ് കോട്ടിംഗ് എന്ന് പറയുന്നത് എവല്യൂഷൻ ഓഫ് ഹൈഡ്രജൻ ഗ്യാസ് ഈസ് ലെസ് ആസ് കമ്പയർഡ് ടു ദി ഫസ്റ്റ് 2 കോട്ടിങ്സ്. ഓക്കെ, അപ്പം ഇവിടെ എന്ന് വെച്ചാൽ ആ എവല്യൂഷൻ നമ്മൾ പറഞ്ഞല്ലോ, ഹൈഡ്രജൻ വരുന്നുണ്ട്, കാർബൺ മോണോക്സൈഡ് ചെറിയ എമൗണ്ടിൽ വരുന്നുണ്ട്, കാർബൺ ഡയോക്സൈഡ് വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ ആദ്യത്തെ വെച്ച് നോക്കുമ്പോൾ, ആദ്യത്തെ 2 വെച്ച് നോക്കുമ്പോൾ ഹൈഡ്രജൻ ഗ്യാസ് ലെസ് ആയിട്ട് ഇവോൾവ് ചെയ്യുന്നത് എവിടെയാണ്, അയൺ ഓക്സൈഡ് കോട്ടിങ്ങിലാണ് വരുന്നത്. ഇനി ബേസിക് കോട്ടിംഗ്. ഇൻ ബേസിക് കോട്ടിംഗ് ദ മേജർ കോൺസ്റ്റിറ്റ്യൂവൻസ് ആർ കാൽഷ്യം കാർബണേറ്റും ഫ്ലോർസ്പാറും ആണ്. കാൽഷ്യം കാർബണേറ്റ് ആൻഡ് CaF2. When this coating burns, it results in the evolution of mixture of carbon monoxide and carbon dioxide gases. അപ്പോൾ ബേസിക് ഓർ ലോ ഹൈഡ്രജൻ കോട്ടിങ്ങിൻ്റെ ബേണിംഗ് സംഭവിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്നത്, അവിടെ ഹൈഡ്രജൻ വളരെ കുറവാണ് അല്ലേ, അവിടെ കാർബൺ മോണോക്സൈഡും കാർബൺ ഡയോക്സൈഡ് ഗ്യാസസ് ആണ് വരുന്നത്. ദിസ് മിക്സ്ചർ പ്രൊവൈഡ്സ് പ്രൊട്ടക്ഷൻ ടു ദി മോൾട്ടൻ ഗ്യാസ് മെറ്റൽ, മോൾട്ടൻ ബേസ് മെറ്റലിനെ ഈ 2 ഗ്യാസുകളായിരിക്കും എന്ത് ചെയ്യുന്നത്, കവർ ചെയ്യുന്നത്. ദിസ് കോട്ടിംഗ് ഹാസ് സർട്ടൻ അഡ്വാൻറ്റേജസ് ഓഫ് ദി അതർ കോട്ടിങ്സ്. ഈ ഒരു കോട്ടിങ്ങിന് അവസാനം പറയുന്ന ബേസിക് അല്ലെങ്കിൽ ലോ ഹൈഡ്രജൻ കോട്ടിങ്ങിന് മറ്റ് മുകളിൽ പറഞ്ഞ 3 കോട്ടിങ്ങിൽ നിന്നും കുറച്ച് അഡ്വാൻറ്റേജസ് ഉണ്ട്. അതായത് ഹൈഡ്രജൻ ഇല്ല, ഹൈഡ്രജൻ നമുക്കറിയാം എക്സ്പ്ലോസീവ് ആണ്, നമുക്കതെന്ത് ഡേഞ്ചറസ് ആണ്. അതുപോലെ തന്നെ വെൽഡഡ് ജോയിൻറ്റിൽ ഹൈഡ്രജൻ എന്ത് ചെയ്തോ കണ്ടന്റ് ഉണ്ടെങ്കിൽ എംബ്രിറ്റിൽമെൻറ്റ് സംഭവിക്കും. അപ്പോൾ no danger of hydrogen embrittlement of the welded joint. Then the mixture is less reducing than hydrogen gas, so a shorter arc length is maintained for complete shielding of molten gas. അപ്പോൾ ഇതാണ് ബേസിക്കലി ഉള്ള കോട്ടിംഗ്, 4 ടൈപ്പ് കോട്ടിങ് പറയുന്നത്. അപ്പം കൂടുതലും ഈ കോട്ടിങ് നമ്മൾ ഹൈഡ്രജൻ ഗ്യാസിൻ്റെ എവല്യൂഷൻ വെച്ചിട്ടാണ് കൂടുതലും ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. എന്നിട്ട് ഈ കോട്ടിങ്ങിൻ്റെ തിക്നെസ് നമ്മൾ ഓരോ ഡിപ്പെൻഡ് അപ്പോൺ ദി ജോബ്, നമ്മൾ ജോബ് ചെയ്യുന്ന ജോബ്. തിക്കർ കോട്ടിംഗ് റിസൾട്ട്സ് ഇൻ നാരോവർ ആൻഡ് ഡീപ്പർ. അപ്പോൾ അതായത് കോട്ടിങ് തിക്കർ ആണെങ്കിൽ പെനിട്രേഷൻ ഡീപ്പും ആയിരിക്കും നാരോ ആയിരിക്കും. ഓക്കെ, തിക്നെസ് ഡിപ്പെൻഡ് അപ്പോൺ ദി സൈസ് ഓഫ് ദി ജോബാണ്. തിക്കർ കോട്ടിങ് എന്ന് പറയുന്നത്, തിക്കർ കോട്ടിങ് ഉള്ളതാണെങ്കിൽ അവിടെ എന്തായിരിക്കും, നാരോ ആൻഡ് ഡീപ്പർ പെനിട്രേഷനാണ് സംഭവിക്കുന്നത്. ഓക്കെ, ഇതാണ് നമ്മൾ ഇലക്ട്രോഡ്സിനെ കുറിച്ച് ബേസിക് ആയിട്ട് നമുക്ക് നോക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ടൈപ്സ് ഓഫ് കോട്ടിംഗ്,
കൂടുതൽ പിന്നെ നമുക്ക് എന്താണ് നോക്കേണ്ടത്, ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ്, ഇതിലെ ബൈൻഡിങ് മെറ്റീരിയൽസ് എന്തൊക്കെയാണ്, ഇതിൽ ഹയർ ഡെപ്പോസിഷൻ റേറ്റ് നൽകാൻ വേണ്ടി നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത്, അയൺ പൗഡർ. അതുപോലെ തന്നെ മെൽറ്റിംഗ് റേറ്റ്, ബേസ് മെറ്റലിൻ്റെ മെൽറ്റിംഗ് റേറ്റ് കൂട്ടാൻ വേണ്ടി നമ്മൾ ആഡ് ചെയ്യുന്നത് ടൈറ്റാനിയം ഓക്സൈഡ് ആൻഡ് പൊട്ടാസ്യം കോമ്പൗണ്ട്സ്. പിന്നെ ഡീ ഓക്സിഡൈസിങ് ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണ്, ഇതൊക്കെയാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. സോ 2 ടൈപ്പ്, നോൺ കൺസ്യൂമബിൾ ആൻഡ് കൺസ്യൂമബിൾ. 4 ടൈപ്സ് കോട്ടിങ്: സെല്ലോസിക് കോട്ടിങ്, റൂട്ടൽ കോട്ടിങ്, അയണോക്സിക് കോട്ടിങ് ആൻഡ് ബേസിക് ഓർ ലോ ഹൈഡ്രജൻ കോട്ടിങ്.